അപ്പോൾ നമ്മൾ ആ വരുന്ന മലമ്പുഴയിൽ നിന്ന് വരുന്ന വെള്ളമാണത്. മലമ്പുഴ മെയിൻ കനാലിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അതിങ്ങനെ സ്പോട്ട് കൊടുത്ത് കണ്ടോ, താഴെ കാണിച്ചു തന്നില്ലേ, അത് താഴെ ഏക്കര പുഴയാണ്. ആ പുഴയുടെ മുകളിൽ കൂടെ തന്നെ ഈ ഭാഗം ഇങ്ങനെ വെള്ളം പോകുന്നുണ്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇവിടെ വരുമ്പോൾ ചെറുതായിട്ടൊന്ന് വീതി കുറഞ്ഞ്, കാരണം ഈ പാലത്തിൽ ഇതപ്പോൾ നടപ്പാതെ ഉണ്ടോ, നല്ല വീതിയുള്ള റോഡും കൂടിയാണ്. നല്ല ഒഴുക്കുള്ളതാണ് കേട്ടോ. ശ്രദ്ധിച്ചിട്ട് പണിയുണ്ട്. പിള്ളേർക്ക് തന്നെ ഇവിടെ വന്നിട്ട് കുളിക്കാനൊക്കെ വരുമ്പോൾ ഇതിൽ കൂടെ ഇങ്ങനെ ചാടാറുണ്ട്. ഞാനൊന്നും ചാടിയില്ല, എനിക്കത് ചാടാൻ തന്നെ പേടിയാണ്. അതുതന്നെ ചാടാമെന്ന് ഞാൻ നിന്നിട്ടില്ല. നല്ലൊരു വ്യൂസാണ് കേട്ടോ. പക്ഷേ ഇവിടെ ആഴം ഇത്തിരി കുറവാണ് കേട്ടോ. അന്നേരം ആഴമുണ്ട്. അതിൻ്റെ വെച്ച് വേണ്ട എയർ ഫോഴ്സൊക്കെ എന്താ ചെറിയ എയർ ഫോഴ്സൊക്കെ കിട്ടുന്നുണ്ട്. എയർ പോകാൻ വേണ്ടിയിട്ടാണ്. വെള്ളം ഇപ്പോൾ ഇതിൻ്റെ മേലെ ഏകദേശം അതുവരെയൊക്കെ വരും ചില സമയത്തൊക്കെ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ ആ ഹോൾ സൈഡിനെ വിട്ടിരിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഈ വെള്ളം വരുമ്പോൾ ഇതിന് ഓവർഫുള്ളായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളം അപ്പുറത്ത് കൂടെ ആ ഹോൾസിൻ്റെ അപ്പുറത്ത് കൂടെ വരും. നല്ല ഒഴുക്കൊക്കെ ഉണ്ട്. ചാടാൻ അധികം നിൽക്കരുത്. അപ്പോൾ പുഴ തന്നെ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ആളേറ്റാകുമ്പോൾ തമിഴ്നാട് വെള്ളമാണ്, തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണ്. അങ്ങനെ വരുന്നുണ്ട്. അവിടുന്ന് പുഴ അതാണ്ടോ, പുഴ താഴെയും ഇതാണ്, താഴെ പുഴയും നമ്മുടെ ഇങ്ങനെ സുഖമായിട്ട് മലമ്പുഴ വെള്ളം ഈ മുകളിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ടാവും. അപ്പോൾ കേരളത്തിൻ്റെ വെള്ളവും മുകളിൽ കൂടെ പോകുന്നുണ്ട്, തമിഴ്നാട്ടിലെ വെള്ളവും മുകളിൽ കൂടെ ഇങ്ങനെ പോകുന്നു. തമിഴ്നാട്ടിലെ വെള്ളം താഴെ കൂടെയും, തമിഴ്നാട്ടിലെ വെള്ളം താഴെ കൂടെയും നമ്മുടെ മുകളിലത്തെ വെള്ളം ഇതാണ് കേരളത്തിലെ മലമ്പുഴ ഡാമിൻ്റെ നമ്മുടെ വെള്ളം ഈ മുകളിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇതുണ്ടോ, തമിഴ്നാട് വെള്ളം വരുന്നത് നല്ല ഫുള്ളായിട്ട് വരും. നല്ല വീതിയുള്ളൊരു പുഴയാണ് അതിരപ്പുഴ എന്ന് പറയുമ്പോൾ. ഇതാണ്ടോ ആ തലയ്ക്കുന്നൊക്കെ ഇങ്ങനെ കാണുമ്പോൾ, ഈ തലയ്ക്കുന്ന കാണുമ്പോൾ നല്ല വീതി. ഇങ്ങനെ മഴക്കാലത്തൊക്കെ നിറഞ്ഞിങ്ങനെ വരും, നിറഞ്ഞ വെള്ളം വരും. അത് ഭയങ്കരമാണ് കാണാൻ. ഈ വേനൽക്കാലത്തൊക്കെ നമ്മൾ താഴത്തെ ഇവിടെയൊക്കെ ഇങ്ങനെ വെള്ളം കുറവായിരിക്കും. അപ്പോൾ അവിടെ അങ്ങനെ പോയിട്ട് കുളിക്കുകയൊക്കെ ചെയ്യും ആൾക്കാർ. അവിടെ ഒന്നും പോയത് ശരിക്കും പറഞ്ഞാൽ ആഴമുള്ള അവിടെയൊക്കെ. കുറച്ച് കല്ലുകളൊക്കെ ഉണ്ട് അവിടെ ഇങ്ങനെ കൂട്ടിയിട്ടിങ്ങനെ, അതൊക്കെ ഇങ്ങനെ തുണിതിരുമ്പാനും കുളിക്കാനൊക്കെ അവിടുന്ന് ആൾക്കാർ ഇങ്ങനെ വരാറുണ്ട്. ആ ഭാഗത്ത് നിന്ന് ഇങ്ങനെ സൈഡിൽ കൂടെ വന്നിട്ട് ഇവിടെ തന്നെ കുളിക്കും. ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ വെള്ളം കുറവുള്ള സമയത്താട്ടോ. ഈ വ്യൂവേഴ്സ് കാണാൻ വേണ്ടിയിട്ട് പണ്ട് ബ്രിട്ടീഷുകാരുടെ ഒരു തലയിൽ വെച്ചൊരു എന്താ വേണ്ട പുതിയ അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഇങ്ങനെ നോക്കാനൊക്കെ ഇതാണ്. ഞാനിപ്പോൾ അങ്ങനെ കയറി നിന്നിട്ട് നമുക്കിങ്ങനെ കുറച്ച് പാലത്തിൻ്റെ ഇതാണ്ട ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ എടുക്കുകയൊക്കെ ചെയ്യാം. ഇതാണ് പാലത്തിൻ്റെ ആ സൈഡ്. അപ്പോൾ ഞാൻ ആ തലേന്ന് ഇങ്ങനെ നടന്ന് ഈ ഭാഗത്ത് കൂടെ ഇങ്ങനെ എത്തിയിട്ടോ. വെയിൽ കാരണം കൊണ്ട് ചിലപ്പോൾ കുറച്ചൊക്കെ ഈ വ്യൂസ് കുറച്ച് ബുദ്ധിമുട്ടാവും. ഞാനിതാ ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ കാണുന്നുണ്ട്. നല്ല വ്യൂസ് അല്ലേ കാണാൻ. ഇങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട്. കാണാതാ പാലത്തിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ നടന്ന് ഏകദേശം ഈ ഭാഗത്ത് ഇങ്ങനെ എത്തി. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അവിടെ. വെള്ളം പോകും അവിടെ തന്നെ കയറി നോക്കാനൊക്കെ ആണ്. കാണാൻ നല്ല വ്യൂസ് ഇല്ലേ. ഇത് രണ്ട് സൈഡുണ്ടോ, അവിടെയൊക്കെ തന്നെ വെള്ളം നിറഞ്ഞ് നിൽക്കും. ഈ താഴെ കാണുന്നുണ്ടാവും ഈ വെള്ളം നിറഞ്ഞ് കൂടെ ഇങ്ങനെ. താഴെ തമിഴ്നാട് വെള്ളവും മുകളിൽ മലമ്പുഴ കനാൽ ഉണ്ടോ, നമ്മുടെ കനാൽ ഇതുണ്ടോ. അപ്പോൾ ആ തലേന്നോട്ട് ഞാൻ നടന്ന ഇവിടം വരെ വന്നു.
ഇനി ഞാൻ കുളിച്ച സ്ഥലം കാണിച്ചു തരാം കേട്ടോ. അതാണ് അതിലും രസം. ആ താഴേക്ക് പോകണം, ഇപ്പോൾ ഒന്നും പോകാൻ പറ്റില്ല, കാരണം അവിടെ ചെടികളും തൂപ്പുകളും ഒക്കെ ഉണ്ട്. ഒരു ഹരിത വിനോദസഞ്ചാരമായിട്ട് അതാണ് അവിടെ ഒരു ബോർഡ് വെച്ചിട്ട് കാണിച്ചു തരാം. അങ്ങനെ മലമ്പുഴ, അപ്പോൾ വെള്ളം അങ്ങനെ മുകളിൽ കൂടെ മലമ്പുഴ വെള്ളം പോകുന്നുണ്ട്. പണ്ട് ബ്രിട്ടീഷ് കാലം എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ച് ഞാനോ ഹരിത വിനോദസഞ്ചാര കേന്ദ്രമാണ്. സ്പോട്ട്. അപ്പോൾ ഇതിൻ്റെ താഴെ കൂടെ പോയിട്ടാണ് ഞാൻ അങ്ങനെ കുളിക്കാൻ വേണ്ടിയത്. അവിടം വരെ താഴെ വരെ പോയിട്ടുണ്ട്. ഇതുണ്ടോ പാലത്തിൻ്റെ ഇങ്ങേ വശം. അപ്പോൾ ഞാൻ പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ ഇതാ അവിടെയാണ് സംഭവം. ഞാൻ ഇതാണ്ടോ അവിടെയൊക്കെ കുളിക്കാൻ പോയത്. അവിടെ വെച്ചിട്ട് മീൻ പിടിച്ച് അവിടെയാണ് ആ സ്പോട്ട്. ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് എനിക്ക്. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ കുളിച്ചിങ്ങനെ മണത്തോട്ട് കൂടെ ചാടി, ഈ ഭാഗത്ത് കൂടെ അങ്ങനെ ചാടി അങ്ങനെ അവിടെ കയറി ആ പുൽത്തോട്ടിൽ കയറി നിന്നു. കഴിവതും ഇങ്ങനെയൊന്നും കുളിക്കാൻ നിൽക്കരുത്. അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. കാരണം വെച്ചാൽ നമ്മൾ അറിയാതെ ആഴമൊക്കെയുള്ള സ്ഥലങ്ങളാണ്. ഏത് ഭാഗത്ത് ആഴമെന്നുള്ള അറിയില്ല. പക്ഷേ ചില ഭാഗത്തൊക്കെ വെള്ളം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. വെയിൽ കാലത്തായാലും ചില ഭാഗങ്ങളൊക്കെ നമുക്ക് കുറവ് ഭാഗത്ത് കുളിക്കണം എന്നൊക്കെ തോന്നും. അപ്പോൾ അവിടെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ അവ തോന്നും. അപ്പോൾ ആ പ്രശ്നമൊക്കെ ഉണ്ട്. ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഈ ഭാഗത്തുനിന്ന് കുളിക്കുന്നത് ചിലവ് ശ്രദ്ധിക്കുക. ആ ഭാഗത്ത് കാണുന്നില്ലേ? അപ്പോൾ അവിടെ നിന്ന് കാണാം. നല്ല രസമില്ല സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ഇടയ്ക്ക് വരുമ്പോൾ വരിക, പക്ഷേ വെള്ളത്തിലൊന്നും ഇറങ്ങി കുളിക്കാൻ നിൽക്കരുത്. എല്ലാവരും അത് ശ്രദ്ധിച്ച് നിൽക്കണം. മുകളിൽ മലമ്പുഴ വെള്ളമുണ്ട്, താഴെ യാക്കര പുഴയാണ്. അപ്പോൾ തമിഴ്നാടിൽ നിന്ന് വരുന്ന വെള്ളം. റോഡ് ശ്രദ്ധിച്ചിട്ടാണ് കുളിക്കാനൊന്നും അധികം നിൽക്കരുത്. ശ്രദ്ധിക്കുക എല്ലാവരും. എൻ്റെ ഇങ്ങനെ റോട്ടിന് പാലത്തിൻ്റെ മുകളിൽ അപ്പുറത്ത് വെള്ളം പോകുന്നുണ്ട്. വെള്ളം പോകുന്നുണ്ട്. ഇപ്പുറത്തെ ഞാൻ റോട്ടിൽ നടക്കുകയാണ്. പാലത്തിന് മറുവശം കുറച്ചുകൂടി കാണിച്ചു തരാം. ബ്രിട്ടീഷുകാരുടെ കാലത്ത് കെട്ടിയ പാലങ്ങളാണ്. അപ്പോൾ ഇതിനൊക്കെ എത്ര കല്ല് വേണം, എത്ര ഇതായിരിക്കും, നമ്മളെന്താ ആലോചിച്ച് നോക്കാൻ പറ്റില്ലല്ലേ? എന്തുകൊണ്ടാണ് കെട്ടിയതെന്നൊക്കെ. അപ്പോൾ ഞാൻ അധികം നിൽക്കുന്നില്ല. അപ്പം നമ്മുടെ ചാനൽ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ MP4 എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് പറയുക. ഇനി നമ്മുടെ ചാനലിൽ കൂടുതലായിട്ടും നമ്മൾ നല്ല നല്ല സ്പോട്ടുകൾ, നമ്മൾ നല്ല ട്രാവൽ വ്ളോഗൊക്കെ ഉണ്ടാവും. എല്ലാവരും കാണണം എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും